ഗവൺമെന്റ് ചെയ്യേണ്ട സംവിധാനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. അതായത് ഓരോ പ്രദേശത്തെയും കൃത്യമായിട്ട് എടുത്ത് പഠിക്കുകയും അവിടെ പ്രായോഗികമായ ചില കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില പ്രദേശങ്ങളിൽ ട്രെഞ്ച് താത്തിയാൽ മതിയാകും. ചില പ്രദേശത്ത് നമ്മൾ റെയിൽ ഫെൻസിങ് ചെയ്യേണ്ടതായിട്ട് വരും. ചില പ്രദേശത്ത് ആനമതില് കെട്ടേണ്ടതായിട്ട് വരും. അപൂർവം ചില പ്രദേശങ്ങളിൽ ഒരുപക്ഷെ ഈ ഇന്ന് കാണുന്ന തൂക്ക് സോളാർ ഫെൻസിങ് ഒക്കെ മതിയാവും. പക്ഷേ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അധികാര വർഗത്തിന്, പ്രത്യേകിച്ച് ഭരണാധികാരികൾക്കും ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കും യാതൊരു ആത്മാർത്ഥതയും ഈ ജനത്തോട് ഇവർ കാണിക്കുന്നില്ല. ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സോളാർ ഫെൻസിങ് എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പല സ്ഥലങ്ങളിലും സോളാർ ഫെൻസിങ് വലിയ പരാജയമാണെന്ന് ഇതിനകം തന്നെ തിരിച്ചറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും ഈ സോളാർ ഫെൻസിങ്ങിന് വേണ്ടി തുക ചെലവഴിച്ചുകൊണ്ടിരിക്കും. ഇതിനൊക്കെ പുറകിൽ ഒരുപാട് കമ്മീഷൻ ലോബികളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഈ സോളാർ ഫെൻസിങ് പ്രായോഗികമായി അല്ലാത്ത സ്ഥലങ്ങളിലൊന്നും ഒക്കെ ഇത് വെച്ചിട്ട് ഇത് ഞങ്ങൾ വെച്ചു എന്നുള്ള പേരുണ്ടാക്കുന്നു, ആന അത് താർക്കുന്നു, ആന ഇപ്പറേ വന്ന് ആളുകളെ ഉപദ്രവിക്കുകയും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ശരിയായ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തില് ശാസ്ത്രീയമായ രീതിയിൽ പഠനം നടത്തും. എന്നിട്ട് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നുള്ള ഗൗരവമായ ഒരു പഠനം നടത്തി ചില സ്ഥലങ്ങളിൽ സോളാർ ഫെൻസിങ് മതിയാകുന്ന സ്ഥലങ്ങൾ അങ്ങനെ ആവാം, അല്ലാത്ത സ്ഥലങ്ങളിൽ ട്രെഞ്ച് താത്തണം, അല്ലാത്ത സ്ഥലങ്ങളിൽ ആനമതിൽ പണിയണം, അല്ലാത്ത സ്ഥലങ്ങളിൽ റെയിൽ ഫെൻസിങ് നടത്തണം. മനുഷ്യന്റെ ജീവനോടും വലുതല്ല മറ്റൊന്നും എന്നുള്ള ആ ഒരു അവബോധവും ബോധ്യവും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതും ഭരണാധികാരികൾ പല മാഫിയകളുടെ ഏജന്റുകളായി മാറുന്നതും ഒക്കെയാണ് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം. പ്രത്യേകിച്ച് ഈ വനം മന്ത്രി വന്നതിന് ശേഷം വന്യജീവി ആക്രമണങ്ങളിൽ പെട്ടുപോകുന്ന മനുഷ്യരെയും അങ്ങനെയുള്ള നാടുകളെയും വളരെ ക്രൂരമായിട്ടാണ് ഇദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും ഉണ്ടായിക്കൊണ്ടിരിക്കുക. വനത്തിലൂടെയുള്ള വഴി നിയന്ത്രിക്കുന്നു, ആളുകൾ വനത്തിൽ കയറുന്നുകൊണ്ടാണ് വന്യജീവി ആക്രമണം ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള മൂല്യമില്ലാത്ത ഒരു വർത്തമാനങ്ങളൊക്കെ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ അത്യന്തം വേദനാജനകമാണ്. ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായ പഠനം നടത്തി ഇതിന് പരിഹാരം തേടുക എന്നുള്ളതാണ് പരിഹരിക്കാൻ കഴിയുന്ന കാര്യം എന്ന് പറയുക. ഒപ്പം തന്നെ ഗവൺമെന്റ് സംവിധാനങ്ങള് ജനങ്ങളുടെ കൂടെ നിൽക്കണം. പല സ്ഥലങ്ങളിലും ഇപ്പം ആളുകൾ വന്നു കഴിയുമ്പോൾ ആളുകൾ കൂട്ടം കൂടുന്നു, വന്യജീവിക്രമണം ഉണ്ടാകുമ്പോൾ അവർക്കെതിരെ കേസെടുക്കുകയാണ്. ഈ കഴിഞ്ഞ മാസം കോതമംഗലത്ത് ഒരു സ്ഥലത്തില് ഒരു കിണറ്റില് ആന ചാടി. അപ്പൊ അവിടെ ആളുകളെല്ലാം തടിച്ചുകൂടി 14 പേരുടെ പേരില് FIR ഇട്ട് കേസെടുത്തിരിക്കുകയാണ്. അവർ ചെയ്ത് തെറ്റെന്നാ ഇവിടെ വന്ന് ഒരുമിച്ച് കൂടി എന്നതിന്റെ പേരിൽ ഇങ്ങനെ കേസെടുത്തിരിക്കുകയാണ്. അതായത് തൊട്ടടുത്ത വീട്ടിൽ ഒരാളെ ആന ചവിട്ടി കൊന്നാൽ പോലും ആരും തിരിഞ്ഞു നോക്കരുതെന്നുള്ള ഒരു ചിന്ത ഗവൺമെന്റിന് ഉണ്ട്. അത് കേസ് പേടിച്ച ആൾക്കാർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രതികരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള നിലപാടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ വേദനാജനകമാണ്. അതിന് പരിഹാരം ഉണ്ടാകണം. അച്ഛൻ പറഞ്ഞതുപോലെ ഈ ഫെൻസിങ്ങിൻ്റെ കാര്യം അത് കൂടുതൽ ശാസ്ത്രീയമാകട്ടെ. ഈ ആനയ്ക്ക് ഉപയോഗിക്കുന്നത് ഫെൻസിങ് ആയിരിക്കത്തില്ലല്ലോ, ചെറിയ വന്യമൃഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ ഇതിൽ എല്ലാ മൃഗങ്ങൾക്കും കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള ഒരു ഫെൻസിങ് സംവിധാനം ശാസ്ത്രീയമായ രീതിയിൽ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യമില്ലേ? തീർച്ചയായിട്ടും അതാണ് പറഞ്ഞത്. അതായത് ഈ സോളാർ ഫെൻസിങ് കൊണ്ട് മാത്രം പരിഹാരം ആവില്ല. ട്രെഞ്ച് താത്തേണ്ട അടുത്ത് ട്രെഞ്ച് താത്തണം. റെയിൽ ഫെൻസിങ് എന്നൊരു സംവിധാനമുണ്ട്. റെയിൽ ഫെൻസിങ് ചില സ്ഥലങ്ങളിൽ പ്രായോഗികമാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതുണ്ടാകണം. ആന മതില് പണിയേണ്ട ഇടങ്ങളിൽ അത് പണിയണം. അതായത് മനുഷ്യജീവന് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ശാസ്ത്രീയ പരിഹാരങ്ങളാണ് വേണ്ടത്. ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളൊന്നുമല്ല, മനസ്സ് വെച്ചാൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ പോലും ട്രെഞ്ച് താത്താൻ പോലും നമ്മുടെ സർക്കാരിന് പലപ്പോഴും കഴിയുന്നില്ലല്ലോ. കാരണം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, ആനയ്ക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ ആന നടക്കും, മരിക്കുന്നോ മരിക്കട്ടെ, ആ ഒരു മനോഭാവമല്ലേ ഇപ്പൊ സർക്കാരിന് ഇപ്പൊ ഈ വിഷയത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുക. വളരെ അലംഭാവം നിറഞ്ഞ ഒരു മനുഷ്യജീവന് യാതൊരു വിലയും കൊടുക്കാത്ത തരത്തിലുള്ള ഒരു മനോഭാവമല്ലേ സർക്കാർ ഇപ്പൊ ഈ വിഷയത്തിൽ എടുത്തുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഈ സർക്കാർ വളരെ മോശമാണ് ഈ വിഷയത്തിൽ എന്നുള്ളതിനകത്ത് ഒരു തർക്കവുമില്ല. ഈ മലയോര മേഖലയിൽ താമസിക്കുന്ന ഈ പാവപ്പെട്ട ജനങ്ങളെ അവിടുന്ന് കുടിയിറക്കാനുള്ള ഒരു ആസൂത്രിതമായ ശ്രമം ഇതിന്റെ പുറകിലുണ്ടെന്ന് അച്ഛൻ കരുതുന്നുണ്ടോ? സംശയമില്ലാത്ത കാര്യമല്ലേ. കാരണം ഈ മലയോര മേഖലകളിൽ താമസിക്കുന്ന ആളുകളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ട് ഈ പശ്ചിമഘട്ടം മുഴുവൻ ഒരൊറ്റ സ്ട്രെച്ചില് കൊണ്ടുവരാനുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇതുള്ളത്. വന്യജീവികൾ എന്ന് പറയുന്ന ജൈവ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിലുള്ള ആളുകളെ വല്ലാതെ അങ്ങോട്ട് ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു പരിധി വരെ വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം പല ഗ്രാമങ്ങളും ഇന്ന് അവിടെ നിന്ന് ആളുകൾ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എങ്ങനെയെങ്കിലും ഒരു വീടും സ്ഥലവും, ഒരു 5 സെന്റ് സ്ഥലവും ഒരു വീടും വാങ്ങാനുള്ള ഒരു പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്കാർ മലയോര മേഖലയിലെ സ്ഥലം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. അപ്പൊ ആ പ്രദേശമൊക്കെ സ്വാഭാവികമായിട്ടും വനമായിട്ട് മാറും. പിന്നെ നമ്മുടെ റീബിൽഡ് കേരള ഉപയോഗിച്ച് കുറച്ച് സ്ഥലം സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്യും.
ഇപ്പൊ പല ഗ്രാമങ്ങളും ഇപ്പൊ കുട്ടമ്പുഴ കോതമംഗലത്തെ മേഖല നോക്കുവാണെങ്കിൽ കുട്ടമ്പുഴ പഞ്ചായത്തിലെയും കോട്ടപ്പടി പഞ്ചായത്തിലെയും 5 വർഷം മുമ്പുണ്ടായിരുന്ന പല ജനവാസ മേഖലകളും ഇന്ന് ജനവാസ മേഖലകളല്ല. അവിടെ ഒരു കുടുംബം പോലും താമസിക്കുന്നില്ലാത്തൊരവസ്ഥ ആയി കഴിഞ്ഞു. അപ്പൊ വനം ഇങ്ങനെ അടുത്തടുത്ത് വരുവാണ്. ഓരോ വർഷം ചെല്ലുന്തോറും വനത്തിന്റെ അതിർത്തി അടുത്ത് വരുന്നു. വന്യജീവികള് വനത്തേക്കാൾ മുമ്പിൽ നാട്ടിലേക്ക് ഇറങ്ങുന്നു. ആനയായി, കടുവയായി, അതുപോലെയുള്ള മറ്റ് വന്യജീവികളായി ആളുകളെ അവിടെ നിന്ന് അങ്ങോട്ട് തീർത്ത് കളയുമ്പോൾ, ഇല്ലാണ്ട് ആക്കി കഴിയുമ്പോൾ ആ പ്രദേശം മുഴുവൻ വനമാക്കി മാറ്റുന്നൊരു അവസ്ഥയിലേക്ക് ചെന്നെത്തുന്ന ഒരു ഭയാനകമായ ഒരു അവസ്ഥ. അതായത് നാളുകളിൽ ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ശരിക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വളരെ കൃത്യമായ ഒരു അജണ്ടയോട് കൂടെയുള്ള കാര്യമായിട്ട് തന്നെ നമുക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം, ഈ വന്യജീവി ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്, പ്രത്യേകിച്ച് വനം വകുപ്പും അതുപോലെയൊക്കെയുള്ള ഡിപ്പാർട്ട്മെന്റുകളും ഒക്കെ എത്ര നിസ്സംഗമായിട്ടാണ് പലപ്പോഴും ഇടപെടുന്നതെന്ന് നോക്കിക്കേ. കാരണം ഇതൊക്കെ ഒരു നേരത്തെ എഴുതി വെച്ച തിരക്കഥയുടെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യക്തമാണ്. പ്രതികരിക്കാനല്ലാത്തൊരവസ്ഥ ഉണ്ട്. അതാ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്. ഈ കേസെടുത്ത ആൾക്കാരെ പേടിപ്പിക്കുന്ന പരിപാടി, അത് നേരത്തെ ഒന്നും ഉണ്ടാകാത്ത കാര്യമായിരുന്നു. ഇപ്പം ഈ കൂടുന്നവരെ കേസെടുത്ത് പേടിപ്പിക്കുന്ന ഒരു രീതി, അതായത് ഈ പുറത്തേക്ക് പോകാൻ ചെറുപ്പക്കാരാണല്ലോ പലപ്പോഴും മുൻപോട്ട് വരേണ്ടത്. ഇപ്പം പുറത്തേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പിള്ളേരുടെ പേരിൽ കേസ് വന്നു കഴിഞ്ഞാൽ അവർ വല്ലാത്ത പ്രതിസന്ധിയിലാവും. അതുകൊണ്ട് തന്നെ ആ കൂടുന്ന ആൾക്കാരുടെ പേരിൽ കേസ് അങ്ങ് എടുക്കുകയാണ്. അപ്പം 10 പേരുടെ, 15 പേരുടെ, 20 പേരുടെ പേരിലൊക്കെ കേസ് എടുക്കുന്നു. അവര് പിന്നെ ഇതിന്റെ പുറകെ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാളുകളിൽ ആ പ്രദേശത്ത് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അങ്ങോട്ട് ആരും തിരിച്ചു നോക്കാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ശരിക്കും ഈ വനം വകുപ്പ് മാത്രമല്ല, സർക്കാർ ഉൾപ്പെടെ സർക്കാരിന്റെ അനുമതികളൂടെ തന്നെ നടക്കും. നല്ലതൊന്നും സംഭവിക്കില്ല. വനം വകുപ്പും പ്രത്യേകിച്ച് സർക്കാരും ചേർന്ന് ഒരു പ്രദേശത്തെ ആളുകളെ അവിടെ നിന്ന് ഇറക്കി വിടാനും പ്രതികരിക്കുന്നവരുടെ വായടയ്ക്കാനുമുള്ള വളരെ തന്ത്രപരമായ ഒരു രീതി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. മലയോര മേഖലയിൽ കുറച്ച് മേഖലകളിലെങ്കിലും ഒക്കെ അത് വിജയിച്ചു എന്നുള്ളത് നമുക്ക് പറയുകയും ചെയ്യാം. കാരണം ആളുകൾ ഇറങ്ങിപ്പോയി തുടങ്ങി. അതുപോലെ തന്നെ നമുക്കിന്ന് ജീവിക്കാനാവാത്ത അവസ്ഥയുണ്ട്. പിന്നെ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെപ്പോഴും കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് പറയാറുണ്ട്. ഈ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന കൗൺസിലിംഗുമൊക്കെയായി ബന്ധപ്പെട്ട് ഒരുപാട് കുട്ടികളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തുള്ള കുട്ടികൾ ഭയങ്കരമായ ഒരു ആശങ്കയിലാണ് ജീവിക്കുക. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നിയമ സംവിധാനങ്ങളൊക്കെ ഉണർന്ന് പ്രവർത്തിക്കണം. കാരണം അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല, വല്ലാത്തൊരു ആകുലതയിൽ ജീവിക്കുന്ന ഒരു അവസ്ഥ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികളുടെ പോലും വളർച്ചയെ മുരടിപ്പിച്ച് കളയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ചെന്നെത്തുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്.